ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പിള്ളേരൊക്കെ വന്നു കേട്ടോ. രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ വരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പെട്ടെന്ന് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ ചില ദിവസം താമസിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ ഞാൻ ഓട്സ് ആണ് ഉണ്ടാക്കുന്നത്. കോവയ്ക്ക മെഴുക്ക് പുരട്ടി എനിക്ക് ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാനായിട്ട് ഞാൻ ഓട്സ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് ടിഫിൻ ബ്രേക്കിൻ്റെ സമയത്ത് വന്നാണ് കഴിക്കുന്നത്. സാധാരണഗതിയിൽ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ ഞാൻ ലഞ്ചിനുള്ള കറികളും കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണേ. ചോറ് പിന്നെ നമുക്ക് ബീന ഉണ്ടാക്കും. അപ്പോൾ ആ സമയത്ത് ചോറ് എടുക്കാം. കാരണം കുറച്ച് കുട്ടികൾക്ക് നമ്മൾ ഫുഡും കൊടുക്കുന്നുണ്ട് ഡേ ബോർഡിങ്ങിലുള്ള. അപ്പോൾ അതുകൊണ്ട് ചോറ് ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കറികൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ കറികളാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി മാക്സിമം രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പോകും കേട്ടോ. അപ്പം രാവിലെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് വൈകുന്നേരം ഡേ ബോർഡിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് കുറച്ച് ചെടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതിട്ടോ. അപ്പം ഞാൻ കുറച്ച് ബോട്ടിൽസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് ചെടികൾ നടാമെന്ന് കരുതിയാണ്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് 10 മണി ചെടികളുടെ ഇത് കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതേ രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കുറച്ചധികം നന്നായിട്ട് നമ്മുടെ ഈ ഓഫീസിൻ്റെ വാതിക്കലിട്ട് ഞാൻ നന്നായിട്ട് നട്ട് വെച്ചു കേട്ടോ. ബീനയാട്ടോ ഇതെല്ലാം നട്ട് തന്നത്. അപ്പം അത് ഇനിയിപ്പോൾ ശരിക്കും ആയതിന് ശേഷമാണ് അത് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ടത് പടർന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്തുണ്ടല്ലോ, പന്തലിടാൻ വന്നവർ നമ്മുടെ ചെടിച്ചട്ടിയും കാര്യങ്ങളെല്ലാം അതിലിതിലേയും കൊണ്ട് വെച്ചിട്ടു. ഞാനതെല്ലാം നല്ല ഓർഡറായിട്ട് വെച്ചിരുന്നതാണ്. അപ്പം ഇപ്പം നല്ല മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള പണികൾ ചെയ്യാനായിട്ട് നല്ല മൂഡായിരുന്നു കേട്ടോ എനിക്ക്. കാരണം മഴ പെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ കൈവേദനയും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മൂടുള്ള സമയത്ത് നമുക്കിതുപോലെ ചെടി തോട്ടങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും പുതിയ കുറച്ച് ചെടികൾ നടാനും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഉത്സാഹം തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ചെടികൾ അവിടെ ഇവിടെയൊക്കെ പറിച്ച് നടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നാളായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കേട്ടോ. നേരത്തെ ഞാൻ മിക്കവാറും തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലികൾ വിട്ടിട്ട് കുറച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല ഫ്രഷ്നെസ് കിട്ടും, മനസ്സിനും ശരീരത്തിനും ഒക്കെ കിട്ടും. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ആട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് പെയിൻറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പെയിൻറ്റ് കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് പെയിൻറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നടന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ ബോട്ടിൽ കാണാൻ പറ്റാത്ത വിധത്തിൽ ഇത് വളർന്നു വരും കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഇവർ നമ്മളെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് ചെന്ന് കുറച്ച് നേരം അവരെ കേട്ട് വർത്താനം. ആക്ച്വലി ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വേണ്ടിയാട്ടോ നമ്മൾ പോയത്. ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു 5:30. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി. ഇതുപോലെ ദീദിക്കും കുറേ പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നട്ടില്ല, പിന്നെ നടാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വൈകുന്നേരം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂള്, ഡേ ബോർഡിങ്, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഡേ നമ്മൾ ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ സൺഡേ ഒരു ദിവസമാണ് നമുക്ക് ഓഫായിട്ടുള്ളത്. അന്ന് നമുക്ക് പ്രെയറുണ്ട്. പിന്നെ സൺഡേ ഉച്ച കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫ്രഷ്നെസ്സാണ്, എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളും നമ്മുടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ശരിക്കും ദീദിയുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീദി ഭക്ഷണം കഴിപ്പിക്കാതെ വിടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ട ഉടനെ തന്നെ നല്ല അടിപൊളി പൊറോട്ടയും ആലുവിൻ്റെ ചോക്കയും ഒക്കെ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തു.